ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ഇന്ന് വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഈ ചെടി നമുക്ക് ഇവിടുന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബായിനെ വിളിച്ചെടുത്തിട്ടുണ്ട്. ബായിനെ കൊണ്ട് ഈ പുല്ലിയും അതേമാതിരി ഈ നമ്മുടെ കിണറിൻ്റെ അവിടുത്തെ ഈ പുല്ലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വെട്ടി ഒപ്പം വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി നിർത്തിയെടുക്കുകയാണ്. നമുക്ക് വീട് വെച്ചതിൽ പണി പാളിയത് ഈ ഒരു ചെടിയാണ്. ഇത് ഇത്രത്തോളം ഉയരം വെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ആ ചെടിയും ഈ ചെടിയൊക്കെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മണ്ണൂത്തിൽ നിന്നൊരാളെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങൾ ഈ പെരയിൽ വരുത്താൻ വേണ്ടി പോവുകയാണ്. കൈസ് ഒരു വർഷമായില്ലേ അല്ലേ. അങ്ങനെ നായക്കുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ത് മോളെ നടന്നോട്ടെ മോളി അതങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അത് ഇനി ബാക്കിയുള്ള കണ്ടോ, ഇത്രയും ഇതിപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലൻ്റെ എന്ത് ചെയ്യണം, അത്രയും വലുപ്പമായിക്കണം. ഈ ഇല ഇങ്ങനെ നിൽക്കുക കാരണം എന്തായി, നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ പെര കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനി ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് കുറച്ച് ഉയരം കുറവുള്ള എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഇവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഈ സാധനം എന്തായാലും അവിടെ നിന്ന് മാറ്റേണ്ടത്. ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതും മെയിൻ പ്രശ്നമാണ് ഞാൻ പരിഹരിക്കാൻ നിൽക്കേണ്ടത്. എന്താണ് പെരിച്ചായി. ഈ പെരയിൽ 2 പെരിച്ചായി ഉണ്ട് ഗൈസ്. അന്നല്ലേ പറഞ്ഞത്, അന്ന പറഞ്ഞിട്ടില്ല പെരിച്ചായി. ഇതായിരുന്നു എന്റെ 2ാമത്തെ പെരിച്ചായി. പെരിച്ചായി കുട്ടി വരുന്നുണ്ട് മക്കളെ, ഒക്കെ വലുതാവുന്നുണ്ട്. ഇതാ കാണിച്ചു തരാം. ഒരു പെര ഉണ്ടാക്കിയിട്ട് പെരൻ്റെ ഉള്ളിൽ കൂടെ തുരങ്ക ഉണ്ടാക്കിയ ടീംസാണ് കാണിച്ചത്. ഇതൊക്കെ ഇവിടുന്ന് കച്ചറയൊക്കെ ഒഴിവാക്കാണ്ട് കണ്ടോ. നോക്കി ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ മെറ്റൽ കൂട്ടിയിട്ടിരിക്കണം നോക്കിയതാ. ഇത് അങ്ങ് ഇതിൻ്റെ ഉള്ളിലൂടെ എവിടെ എത്തിക്കണമെന്ന് അറിയാമോ? അതാണ്ടോ അവിടെ എത്തിയപ്പോൾ ഞാനൊരു ദിവസം നടന്നപ്പോൾ എന്തായി, ആ ഇൻ്റർലോക്കൊക്കെ താന്നു പോവുക. കാരണം പെരിച്ചായി ഇതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് അങ്ങനെ പോയി അവിടെ വരെ എത്തിക്കണേ. അപ്പോൾ ആ ഇൻ്റർലോക്കൊക്കെ അന്ന് ബേബി മെറ്റൽ ഇട്ടിട്ട് വൃത്തിക്ക് 4 പുറം ടൈറ്റാക്കി വെച്ചത്. ആ ബേബി മെറ്റൽ താഴെന്നുണ്ടെങ്കിൽ പെരിച്ചായിൻ്റെ ഒരു ഇത് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കാണണം. എലിവസം വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരിച്ചായി അതിൻ്റെ ഉള്ളിൽ ചത്തെടുക്കണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കാം എന്തായാലും നമുക്ക്. അതാ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണാനായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നില്ലേ. ഇങ്ങോട്ട് പോടി. അത് ഇവിടെ എത്തി. അപ്പോൾ പോവാണേ. നേരത്തെ പേരേക്ക് നോമ്പ് തുറക്കാൻ പോണ്ടേ. എന്താ നിങ്ങള് നോമ്പ് തുറക്കാത്ത? എന്ത് നിങ്ങളല്ല അവിടെ വൃത്തിയാക്കാണ്ട് അടുപ്പ് വൃത്തിയാക്കാണ്ടെന്നൊക്കെ പറഞ്ഞേ. ഇന്ന് പോണെന്ന് വിചാരിച്ചു കഴിച്ചു. ഇന്ന് നോക്കിയേക്കാ നമ്മളെ ബായി ഇവിടെ പണിക്കിട്ട്. നാളെ ഞായറാഴ്ച, നാളെ സെറ്റ് കേട്ടോ. നാളെ നമ്മൾ അവിടെ നോമ്പ് തുറ. ഓക്കെ. പേരെന്താ അന്റെ? പേരെന്താ? പേരെന്താ അന്റെ? പേരെന്താ? ആര്? ലക്കിടിയോ? അന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുക്ക്. ഐബു എവിടെ? ഐബു എവിടെ? ഐബുവിനൊരു അവ കൊടുത്താ. ഐബുവിനൊരു അവ കൊടുക്ക്. പണ്ടൊക്കെയാളായിരപ്പേ എന്റെ ബുദ്ധി അല്ലേ. കളറിന്റെ ബുദ്ധി എൻ്റെ ഒരു മഞ്ഞ പേപ്പറൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇതെന്താ ഇത്? ഇന്നിപ്പോൾ എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവും പള്ളിക്കലെ ചോറ് അല്ലേ. നിങ്ങളെ പള്ളിക്കൽ നിന്ന് ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അലയുണ്ടോ? ഉമ്മല്ല, ഞാൻ പോവാ. ഇജുണ്ടെങ്കിൽ പോരെ. അപ്പൊ ബൈക്കിൽ പോവാ. അതാ ഓരെന്തെങ്കിൽ വാ. ഇല്ലേ ബൈക്കില്. ചിത്തപ്പാൻ്റെ കബറിൻ്റെ അടുത്താണ് നിൽക്കണേ. നമ്മുടെ ഈ പള്ളിക്കലായിരുന്നു കേട്ടോ. വലിയ പള്ളിക്കലായിരുന്നു ചോറിൻ്റെത്. അപ്പം ഞാൻ അലയാൻ വന്നപ്പോൾ ഒന്ന് തോർന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ചോറൊക്കെ പള്ളിക്കൽ നിന്ന് ചോറൊക്കെ വാങ്ങി വീട്ടിൽ എത്തിയിട്ടുണ്ട്. കവർ കൊണ്ടുപോയിരുന്നു കേട്ടോ. പക്ഷെ കുടുംബക്കാരെ ഒരാളെ നിന്ന് കവർ വാങ്ങി അവരും ഉണ്ടായിരുന്നു ചോറ് വാങ്ങി. നീ വണ്ടി കഴുകി തരാം കേട്ടോ അബ്ബ. ഇന്ന് വണ്ടി വൃത്തിയാക്കി തരാം. ഇവൾക്കാണെങ്കിൽ നല്ല ഓളുടെ ഈ പ്രായത്തിലായിരുന്നു ഓൾക്ക് വണ്ടി കിട്ടട്ടെ. ഒക്കെ ചെറുപ്പത്തിൽ കിട്ടുകൊണ്ട് ഇതവിടെ ഇങ്ങനെ പൊന്ത പിടിച്ച് കിടന്നു. അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കേണ്ടതിലൊക്കെ അത് റെഡിയാക്കി തരാം. പോരാ വാ, പോവാ. അങ്ങനെ മൊത്തം വീട്ടിലെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് നമ്മുടെ പള്ളിക്കലെ ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറാണ്. അത്യാവശ്യം ഉണ്ട് കേട്ടോ അല്ലേ. നെയ്ച്ചോറുണ്ട്. അപ്പം ഒന്ന് നോമ്പ് തുറക്കുന്ന വേറെ
ബീഫാണെങ്കിൽ ഇപ്പോൾ സീന് കഴിഞ്ഞില്ലല്ലോ. കോഴിയില്ലേ? കോഴികളിൽ ഇതാക്കിക്കോളി. അപ്പോൾ എന്താ പള്ളിക്കലെ ചെമ്പിലെ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ. കാരണം ഏറ്റവും കൂടുതൽ ഇത് മിസ്സാവുന്ന ആൾക്കാർ ആരാ? കൊല്ലത്തില്ല? തമിഴ്നാട്ടിലോ? അവിടെ ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതെന്താ കൊല്ലത്തില്ലത്? അപ്പൊ കൊല്ലം ഏത് ജില്ലയിലാ? കൊല്ലം കേരളത്തിൽ തന്നെയാണ്, പട്ടുകാരിയല്ല. ഏത് സ്റ്റേറ്റിലാ? അപ്പൊ ഇന്ത്യ എവിടെ ഉള്ള? നോമ്പാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അങ്ങനെ ഗൈസ്, ഞാൻ ചോറ് ഇവിടെ ഉണ്ട്. അല്ല, ഇതാണ് വലിയ പീസ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. നോമ്പാണെങ്കിലും എനിക്ക് ഡയറ്റാണ്. അപ്പോൾ ഈ സാധനം ഇപ്പം ഇതിൽ കൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നണമൊന്നും നമ്മൾ കാണിക്കുന്നില്ല. കാരണം ഇന്ത്യക്കാരെ പണിക്കാരുണ്ട്. അപ്പോൾ ഓന് ഇന്ന് ചോറ് ഇതാ കൊടുക്കണം. കാരണം നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടില്ല. ഇന്ത്യക്കാലത്തിൽ കഴിച്ചിട്ട് ഇങ്ങോട്ട് പണി എടുത്തുകൊണ്ട് അങ്ങനെയല്ല കഴിച്ചു. കാരണം ഇനിയിപ്പോൾ ഓന് നോമ്പെടുത്തല്ലേ എന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്. കാരണം അമ്മാതിരി വെയിലാണ് പുറത്ത്. നമ്മുടെ പേരിൽ എല്ലാവർക്കും നോമ്പുണ്ട്. അതുകൊണ്ടിപ്പോൾ നമുക്ക് നോമ്പുണ്ട് വെച്ചിട്ട് ഓർക്ക് ചോറ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും കൊടുക്കാൻ പാടില്ല. വേറെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. പണിക്ക് വരുന്ന ആൾക്കാരെന്താ ചെയ്യുക? ഈ വെയിലത്തൊന്നും ഓനെ കൊണ്ട് നടക്കില്ല. പിന്നെ ഓർക്കൊന്നും പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ കുടുംബം വളർത്താനും കഴിയില്ല. എന്തായാലും ഈ ചോറ് അവർക്ക് ഒഴിക്കണം. പറഞ്ഞല്ലേ, ഇവിടെയാണ് പെരിച്ചായ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അളകുണ്ട് കേട്ടോ. ഇതൊക്കെ എന്നാ താഴെ വന്നത്. ഞാൻ ഇവിടെ നിന്നപ്പോൾ ഈ സാധനം കണ്ടു. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പോയി. താന്നു പോയത് കണ്ടോ? താന്നു പോയതാണ് കണ്ടോ? ഇവിടെയൊക്കെ നമുക്ക് എന്താക്കണം, എടുത്ത് പെരിച്ചായി പോയെടുത്ത സാധനം അടക്കണം. ആറ്റുനൂറ്റുണ്ടാക്കിയ അടുക്കള ഞങ്ങൾ പൊളിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ഈ അടുക്കള പൊളിക്കാൻ വരുന്ന നമ്മൾ വിചാരിച്ചില്ല. നോക്കിയേക്ക്, ഇതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് ചവിട്ടുമ്പോൾ കാണാൻ കഴിയും. കണ്ടോ? ഒരു ചാലിങ്ങനെ കയറി ഭൂമിയുടെ അടിയിലേക്ക് പേരുടെ ഉള്ളിലേക്ക് പോയിരിക്കണം. ആ ഒരു പീസും കൂടി എടുക്കേണ്ടി വരും. നമുക്ക് ആ ഒരു പീസും കൂടി എന്താ നോക്ക്, കയ്യിടുമ്പോൾ ഇനി അവിടെ ഉള്ളത് ഇതിപ്പോൾ മൊത്തം ഇൻ്റർലോക്ക് എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഇതാ ഫുള്ള് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓനെന്താ വേറല്ല അതുവരെ ഉള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും ഉമ്മ കൊന്നില്ലേ? അതുവരെ എത്തുമ്പോഴേക്കും മറ്റേ ഇപ്പം ഏതായാലും വയനാട് ഒരു തുരങ്കം ഉണ്ടാക്കുന്നുണ്ട്. ഇത്രേ മുഖ്യമന്ത്രിൻ്റെ ഫണ്ടിലേക്ക് ഓരോ പരിചായനം കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും സേഫ്റ്റിയിൽ ഇൻ്റർലോക്ക് ചെയ്തതിനുള്ളിൽ കൂടെ തുറന്നിട്ട് അത് പോയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ തുരപ്പനായിരിക്കും. വെറുതെ അല്ല അതിന് തുരന്ന് പേരിട്ടില്ലേ? എലികൾ അത്ര ഉള്ളൂ. അത് തുറന്ന് ഭൂമിയുടെ ഉള്ളിൽ കൂടെ ഈ ബേബി മെറ്റലൊക്കെ മാറ്റി ഇതുണ്ടോ, അത് വന്ന വഴിയാണത്. ശരിക്കൊരു തുരങ്കം ഉണ്ടാക്കിയ പോലെ വന്നിട്ടില്ലേ? ഇത്രയും പെട്ടെന്ന് ഈ അടുക്കള ഇങ്ങനെ ആക്കുന്നത് ഇപ്പോൾ 2-ാം പണിയായി. പൊളിച്ച് ബായി അതേമാതിരി തന്നെ ഫിറ്റ് ചെയ്ത് ഇതിൽ കുറച്ച് സിമെൻറ്റ് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. സിമെൻറ്റ് പാടെ ഫിറ്റ് ചെയ്താൽ റെഡിയായി. ഈ ഗ്യാപ്പിൽ നമുക്ക് നന്നായിട്ട് കോൺക്രീറ്റ് നിറച്ചെടുക്കാം. അതെ, സാധാ സിമെൻറ്റ് വേണ്ട, കുറച്ച് ബേബി മെറ്റൽ ഇട്ടോ. ഇൻ്റർലോക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വലിയ കോൺക്രീറ്റ് ആക്കിയില്ലേ? ബേബി മെറ്റൽ ഇട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ടൈറ്റ് ആക്കി കൊടുത്തു. ഇനി പെരിച്ചായി ഇതിന് വരരുത്. നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി പെരിച്ചായി ശല്യം വരലുണ്ടാവും. നമ്മുടെ താഴത്തെ പേരിൽ ഇതേപോലെ ഇതൊക്കെ ഈ മണ്ണൊക്കെ കണ്ടില്ലേ? കഴിഞ്ഞോ? ഫുൾ ഇട്ടോ? തികയില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.